ക്ഷണം കിട്ടി എല്ലാവരും പോയോ? ക്ഷണം കിട്ടിയല്ലേ സന്തോഷം. സുരേഷ് ഗോപിയുടെ മോടെ കല്യാണം ക്ഷണം കിട്ടിയെന്ന് ചോദിച്ചു കണക്ക് അത് കിട്ടി സന്തോഷം. എന്തോ നാളെ KSRTC ജീവനക്കാരെ പുതിയ യൂണിഫോം വിതരണമുണ്ട്. നിങ്ങളൊക്കെ വരണം. ആനയറ വെച്ചിട്ടാണ് 11 മണി വെച്ച് ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് 11:30 ആകുമ്പോൾ പിന്നെ ഡബിൾ ഡെക്കർ ബസ് ഒന്നെടുത്ത് കാണാൻ വേണ്ടി അതവിടെ ഉണ്ട്. അവിടെ നമ്മളൊരു ആന വണ്ടി എന്നൊരു മാഗസിൻ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിലീസും ഉണ്ട് അവിടെ വെച്ച്. കാക്കി യൂണിഫോം വേണമെന്ന് അവർ പറയുന്നു. ഈ മറ്റേ യൂണിഫോമിനൊരു കാക്കി ഇട്ടാലേ ഒരു വിലയുള്ളെന്ന് പറഞ്ഞത് മാറ്റിയിരിക്കുന്നു. ഞാനാണ് പണ്ട് കാക്കിയിൽ നിന്ന് കളറിലേക്ക് കൊണ്ടുപോയത്. തിരിച്ച് ഞാൻ വന്നപ്പോൾ തന്നെ തിരിച്ച് കാക്കിയിലേക്ക്. എന്തോ ഓൺലൈൻ അതെല്ലാം വരും. ഈ സോഫ്റ്റ്വെയർ നമ്മളൊന്ന് വരുമ്പോഴത്തേ അത് അതിനുള്ള നടപടി നടക്കുന്നുണ്ട്. ഈ നമ്മുടെ ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ എടുക്കാനും ഉള്ള സംവിധാനം അതൊന്ന് സമയമെടുക്കാൻ. അതെല്ലാം എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വരണം. അല്ലാതെ എല്ലാം പല സ്ഥലത്തോട്ട് പോയാലും ഇപ്പോൾ ഗൂഗിൾ പേയിൽ വരുന്ന പൈസ വേറൊരു അക്കൗണ്ടിൽ പോകും, ടിക്കറ്റ് കൊടുക്കുന്ന പൈസ വേറൊരു അക്കൗണ്ടിൽ പോകും. അങ്ങനെ ഒരു സ്കാറ്റേഡായിട്ട് പോകുന്നതാണ് KSRTCയുടെ കുഴപ്പം. ഇതൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ശരിയാവും. മാനേജ്മെൻറ്റ് എളുപ്പമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മളതൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഈ ചിതറിക്കിടക്കുന്നൊരു മാനേജ്മെൻറ്റ് ശരിയല്ല. ഒരു കോർഡിനേഷൻ വരണം. അത് വരണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. അല്ലാതെ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളാണ്. ഒരുപാട് തൊഴിലാളികളുണ്ട് മാനേജ്മെൻറ്റിൽ. ഒരുപാട് നമ്മളിപ്പോൾ MBA-കാരെയും വലിയ ഡിഗ്രി ഉള്ളവരൊക്കെ വെക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്നൊരു സാഹചര്യം അല്ല KSRTC. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരു കൺട്രോളിൽ കൊണ്ടുവന്ന് കഴിവുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരേ സമാന മനസ്സിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകണം. ഓരോ ഡിപ്പോയിലും ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. വണ്ടി ഓടിയാൽ എന്ത് ഓടിയില്ലെന്ത് വിചാരിക്കുന്ന ആൾക്കാർ, ഓടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ, നന്നായിട്ട് ഓടിക്കണം, എല്ലാം മാക്സിമം വണ്ടി ഓടിക്കണം, മാക്സിമം കളക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീം. ഇതൊക്കെ ഉണ്ട്. നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ ഒരു എൻജിൻ ഓവറോൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 2 ലക്ഷത്തി ചില്ലാനം കിലോമീറ്ററാണ്. ഇതേ സാധനം, ഇതേ എൻജിൻ തമിഴ്നാട് സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൃത്യമായി ഓവറോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 4,70,000 കിലോമീറ്റർ. സംഗതി മനസ്സിലായി? അത് പ്രൊഡക്ടിവിറ്റിയുടെ കൂടുതലാണ്. ഇവിടെ പ്രൊഡക്ടിവിറ്റി കുറവായാണ് വരുന്നത്. സെയിം സാധനമാണ്, സെയിം എൻജിൻ. ലൈലൻഡിൻ്റെ ഒരു എൻജിൻ എടുത്ത് റീകണ്ടീഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 2 ലക്ഷത്തി ചില്ലറ, 2,30,000 പോവും. അവിടെ 3,70,000 കിലോമീറ്ററാണ് അല്ലേ? അതിന് നമ്മൾ പുതിയൊരു സംവിധാനം സ്വിഫ്റ്റിൽ ആദ്യം കൊണ്ടുവരികയാണ്. ഈ എൻജിൻ ഓവറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിലവസരമാണ്. അവർക്ക് നമ്മൾ സ്ഥലം കൊടുക്കും, മറ്റ് ടൂൾസ് എല്ലാം അവർ കൊണ്ടുവരണം. അവർ ടൂൾസും ക്രെയിനും എല്ലാം അവർ അറേഞ്ച് ചെയ്യണം. പാർട്സ് നമ്മൾ കൊടുക്കും, നമുക്ക് പാർട്സ് വില കുറച്ച് കിട്ടും. നമ്മൾ പാർട്സ് അവർക്ക് കൊടുക്കും, എന്നിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യും. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഈ കിലോമീറ്റർ, ഈ പറയുന്ന പോലെ 3,70,000 പോലുള്ള കിലോമീറ്റർ അഷ്വർ ചെയ്യണം.